നിങ്ങളൊരു ഭയങ്കര രാഹുൽ ഗാന്ധി ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രിറ്റിസിസം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാം. ഇപ്പം കുറേ കാലമായിട്ട് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ ഈ ഒരു കോൺഗ്രസ് പാർട്ടി അതുപോലെ തന്നെ അവരുടെ ആലീസ് ഒക്കെ ദുർബലരായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ. എനിവേസ് നമ്മളത് ചിന്തിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം അത്യാവശ്യമാണ്. ഇതിനൊരു മെയിൻ റീസൺ ക്രെഡിബിലിറ്റി ഈ നേതാക്കൾക്ക് ഇല്ലാണ്ട് പോകുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പാർലമെൻറ്റിൽ നമ്മുടെ മേജർ നരവനെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, റിലീസായിട്ടില്ലാത്തൊരു പുസ്തകത്തിൻ്റെ പ്രീ റിലീസ് കോപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഭയങ്കര വലിയൊരു പ്രശ്നവും നറേറ്റീവൊക്കെ സൃഷ്ടിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ 4 Stars of Destiny എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നരവനെ ഇന്ത്യയുടെ ചൈനയുടെയും 2020 ഉണ്ടായിട്ടുള്ള സ്റ്റാൻഡ് ഓഫ് സിറ്റുവേഷനെ കുറിച്ച് ചിലത് എഴുതിയിട്ടുണ്ടെന്നും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിന് ഇവർ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് ഭരണ നേതൃത്വം ഇവരെ കൈയൊഴിഞ്ഞു, തന്നെത്താൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞു എന്ന രീതിയിൽ പെരുമാറി. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഒറ്റയ്ക്കായിപ്പോയി, നരവനെ പോലുള്ളവർ നേതൃത്വത്തിൽ ഒറ്റയ്ക്കായിപ്പോയി തീരുമാനമെടുക്കാൻ എന്നുള്ള രീതിയിലൊരു നറേറ്റീവ് ഒക്കെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത്. അത് ഭയങ്കര വലിയ വിവാദമൊക്കെയായി. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അതെടുത്തിട്ട് കത്തിച്ചു. ഏകദേശം ഇവരിയ്ക്കുമ്പോഴാണ് നരവനെ പുസ്തകം എഴുതിയത് എന്നുള്ള രീതിക്കൊക്കെയുള്ള അരോചകവും അസഹനീയവുമായിട്ടുള്ള നറേറ്റീവുകളാണ് അന്ന് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ പോലും അറിയാതെ ഇവരൊരു അധോലോകമായി മാറി എന്ന ഡയലോഗിനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ മോദി എന്ന് പറയുന്ന വ്യക്തിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടുമുള്ള വിരോധം രാജ്യത്തിനോടുള്ള വിരോധമായിട്ട് പതുക്കെ മാറിയത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അറിഞ്ഞില്ല എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെയും ഒരു സത്യം. എനിവേസ് നമുക്ക് പോയിന്റിലോട്ട് തിരിച്ചു വരാം. ഇന്നലെയൊക്കെയായിട്ട് ഇന്ത്യ ടുഡേക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ, അതിലെ ലോങ് വീഡിയോസ് ഒക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അഭിമുഖത്തിൽ അപ്പോൾ മാത്രമല്ല, അതിൽ മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നരവനെ പറഞ്ഞത് അന്ന് ഇന്ത്യ ചൈന സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മുടെ ഭരണകൂടത്തിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ഭരണകൂടം പെട്ടെന്നൊരു ക്യാബിനറ്റ് ഒക്കെ കൂടിയിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇവരെ വിളിച്ച് പറഞ്ഞത് ജോ ഉചിത് സംജോ വോ കരോ എന്നായിരുന്നു എന്നാണ്. ഇനി എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. അതായത് ഹിന്ദി അറിയാത്ത കുറേ ആൾക്കാർ വേറെ കുറേ നറേറ്റീവുകളൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടാക്കും. സേ ഫോർ എക്സാമ്പിൾ, നരേന്ദ്രമോദി ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിലോട്ട് 15 ലക്ഷം രൂപ ഇട്ട് തരും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് ഹിന്ദി അറിയാഞ്ഞിട്ടാണോ അതോ ഒറിജിനൽ വീഡിയോ നമ്മൾ കൊടുക്കുക അയ്യോ ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞ് ചെവിട് പൊത്തിയിരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. എനിവേസ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഹിന്ദി മീനിങ്ങിലോട്ട് വരാം, മലയാളം മീനിങ്ങിലോട്ട് വരാം. അപ്പം അന്ന് ജോ ഉചിത് സംജോ വോ കരോ എന്നുള്ളൊരു കമാൻഡാണ് നരവനേക്കും ടീമിനും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്തത്. അതിൻ്റെ അർത്ഥം എന്താണെന്നും നരവനെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ആ ഒരു സിറ്റുവേഷനിൽ പട്ടാളത്തിന് സ്ട്രാറ്റജിക്കലി ഏറ്റവും ഓക്കെ എന്ന് തോന്നുന്ന തീരുമാനം എടുക്കാം. ആ തീരുമാനത്തിന് ഇന്ത്യൻ ഭരണകൂടം പൂർണ്ണ പിന്തുണ നൽകുന്നു, അവർ പട്ടാളത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നായിരുന്നു അതിൻ്റെ അർത്ഥമെന്നും അത്തരം സിറ്റുവേഷനുകളിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പായിട്ട് തീരുമാനമെടുക്കാതെ മുഴുവനായും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റ് ഫ്രീഡം പട്ടാളത്തിന് ഭരണകൂടം കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും നരവനെ പിന്നീട് വ്യക്തമാക്കി. അങ്ങനെ വലുതായിട്ട് കൊണ്ടുവന്ന ഒരു നറേറ്റീവാണ് പൊളിഞ്ഞടങ്ങിയത്. ഇനി രണ്ടാമത്തെ കാര്യം, അന്ന് ഈ ഒരു എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് എന്നോ മറ്റോ ആയിരുന്നു അതിൻ്റെ പേര്. ആ സിറ്റുവേഷനിൽ നമ്മുടെ ലാൻഡ് കുറേ നമ്മൾ ചൈനയ്ക്ക് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതിനെക്കുറിച്ച് ഭരണകൂടം ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കുറേ ബഹളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നരവനെ വീണ്ടും പറഞ്ഞത് അങ്ങനെ 1 ഇഞ്ച് ഭൂമി പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ആ സിറ്റുവേഷനിൽ കംപ്ലീറ്റ് അപ്പർ ഹാൻഡ് ഇന്ത്യക്കാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ ഒരു മൂവിൻ്റെ സമയത്ത് നമ്മുടെ ചൈന പരിപൂർണമായിട്ടും പിന്നിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അന്ന് കണ്ടത്, അതിനൊക്കെ പ്രൂഫ് ഉണ്ടെന്നുള്ള രീതിയിലാണ് നരവനെ സംസാരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യ ടുഡേയിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒറിജിനലായിട്ട് കേൾക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ കൊണ്ടുവരുന്ന നറേറ്റീവുകൾ പൊളിയുമ്പം ഒരു ലീഡറിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ഈ ക്രെഡിബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ നോർത്തിലെ ആൾക്കാരെ കളിയാക്കുന്ന കുറേ മലയാളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എപ്പോഴും പറയുക നോർത്തിലെ ആൾക്കാരൊക്കെ ബുദ്ധിപരമായിട്ടൊന്നല്ല വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർ ജയിക്കുന്നതെന്നൊക്കെയാണ്.
സത്യം പറഞ്ഞാൽ നമ്മളല്ല ഇന്ത്യയിൽ ആര് ഭരിക്കണമെന്ന് ശരിക്കും തീരുമാനിക്കുന്നത്, നോർത്തിലെ ആൾക്കാരാണ്. ആൻഡ് അവർ കുറെ കൂടെ നാഷണലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നവരാണെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് അവരനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലത്തും അതിന് പിന്നീടും. അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയെ സംബന്ധിച്ചിട്ടുമൊക്കെ ഈ ബോംബ് സ്ഫോടനങ്ങളാണെങ്കിലും എല്ലാതും ആണെങ്കിലും രാജ്യസുരക്ഷയെ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് അവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ തീരുമാനമെടുക്കുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം ലീഡേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ചില പാർട്ടികൾ, ചില പൊളിറ്റീഷ്യൻസ് ഒക്കെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ പരാജയത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ഇവരുണ്ടാക്കുന്ന നറേറ്റീവുകൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രാജ്യത്തിനും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിക്കും ഓക്കെ ആയിട്ടുള്ളതായിരിക്കണം എന്നത് വളരെ വലിയൊരു വാസ്തവമാണ്. അതല്ലാത്തിടത്തോളം ഈ പറയുന്നത് പോലെയുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ലീഡറിനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആ ഒരാളിനെ പല തീരുമാനങ്ങളും എടുക്കുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ പാർട്ടിയിലും താഴെ തട്ടിൽ തൊട്ട് മുകളിൽ തട്ട് വരെ ആ ഒരു ക്രിറ്റിസിസവും ആരോഗ്യപരമായിട്ടുള്ള ഇത്തരം സംവാദങ്ങളും ആരോഗ്യപരമായിട്ടുള്ള തിരുത്തലുകളും ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടികൾ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കൂ, ആ പാർട്ടികളെ ജനം സ്വീകരിക്കൂ. അതല്ലാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തെറ്റ് കണ്ടാലും നമ്മൾ സംസാരിക്കില്ല, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവില്ല, കംപ്ലീറ്റ് ഫ്ലാറ്ററി പോലത്തെ സിറ്റുവേഷനുകളാണ് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള പാർട്ടികൾ ഒരു പിൽക്കാലത്ത് പൊളിഞ്ഞടങ്ങി വീഴും. എനിവേയ്സ്, നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്ത്യയാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനെന്നല്ല, രാജ്യത്തിനെ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്കവാറും എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, നമ്മുടെ കുട്ടികൾക്കൊന്നും ഇവിടുന്ന് പുറത്ത് പോകേണ്ടെന്ന് ആവശ്യമില്ലാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആകണമെങ്കിൽ ഇന്റേണലുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലീഡേഴ്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനും അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ കറക്റ്റായിട്ട് ഭയങ്കര കൃത്യമായിട്ട് അവരെ തിരുത്താനും അവരോട് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാനും ഒക്കെയുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സിനെ തിരിച്ചറിയാനും അവർ ചെയ്യുന്ന കാര്യങ്ങളെയും കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനും അവരെയും ക്രിട്ടിസൈസ് ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. സോ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളത് ഒരു ലീഡറിനെ അല്ല, മറിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ത്യനെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവണം. സോ അതനുസരിച്ചിട്ട് രാഷ്ട്രബോധത്തോടെ പെരുമാറുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പം അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാവുന്ന സമയത്ത് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമുക്കൊക്കെ പ്രായമാവുന്ന സമയത്ത് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത്ര പ്രായം വരെ ആയുസ്സുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ നാളെ അതുണ്ടാവണം, അങ്ങനത്തെ ഒരു ഇന്ത്യ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതിനു വേണ്ടി വിതയ്ക്കുന്ന വിത്തുകൾ വളരെ നല്ലതായിരിക്കണം. എന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു ജനറേഷൻ അതിൻ്റെ ഒരു ഫ്രൂട്ടിനെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ പലരും പണ്ട് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളും ആ ഒരു ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക രാജ്യസ്നേഹികളായിട്ടുള്ള വ്യക്തികൾ ഒരുപാട് ത്യാഗം ചെയ്തതുകൊണ്ടും ചോരപ്പുഴ ഒഴുക്കിയത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇത്ര സുഖമായിട്ട് നല്ല 4 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സുഖമായിട്ട് എമ്പക്കൊക്കെ വിട്ട് കിടന്നുറങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സുഖം നമ്മുടെ തന്നെ അജ്ഞത കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാക്കരുത്. ലീഡേഴ്സിനെ ചൂസ് ചെയ്യുമ്പം എപ്പോഴും വൈസ് ആയിട്ടുള്ള ലീഡേഴ്സിനെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളാണ് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്, അതുകൊണ്ട് അവരെ എപ്പോഴും അവരുടെ ആക്ഷനുകൾക്കും പെരുമാറ്റങ്ങൾക്കും അക്കൗണ്ടബിൾ ആയിട്ട് നിലനിർത്താം. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വലിയൊരു തീരുമാനമാണ് നമ്മളൊരു ലീഡറിനെ ചൂസ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് മറക്കാണ്ടിരിക്കുക.